ഹലോ, ഇന്നത്തെ വീഡിയോയിൽ വളരെ കുറഞ്ഞ മുതൽ മുടക്കി തന്നെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ജോലിയൊന്നും ഉപേക്ഷിക്കാതെ തുടങ്ങാൻ പറ്റിയ ബിസിനസ് ആശയത്തിനെ പറ്റിയിട്ടാണ്. അല്ലെങ്കിൽ അതിലുപരി ഇതെങ്ങനെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം, എങ്ങനെ അത് നടപ്പിലാക്കണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ എനിക്ക് തരാനായിട്ട് സാധിക്കും. എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്രെയിനിൽ തലയിൽ ഒരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു രൂപരേഖ നിങ്ങളുടെ ബ്രെയിനിൽ തെളിഞ്ഞു വരും. പണ്ട് ബാലരമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല, ഓരോ ഡോട്ടുകൾ നമ്മളിങ്ങനെ യോജിപ്പിച്ച് വരാൻ നേരത്തെ അതൊരു ആനക്കുട്ടിയുടെ പടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറൂലേ. അതുപോലെ ഒരു ക്ലിയർ ആയിട്ടുള്ള ആ പുകമറയൊക്കെ മാറി ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ നിങ്ങളുടെ ബ്രെയിനിൽ തെളിഞ്ഞു വരും. വെറുതെ പറഞ്ഞു പോകുകയല്ല, ആക്ഷനബിൾ ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഓരോ ആക്ഷൻസ് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കവർ ചെയ്തു പോകുന്നത്. മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നും, ബിസിനസ് കണ്ടൻറ്റുകൾ ഇടുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്നും ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടില്ല. വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണാം. നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, പ്രത്യേകിച്ച് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ, നിങ്ങളുടെ ജോലിയുള്ളവരാണെങ്കിൽ ജോലിയുടെ കൂടെ പാർട്ട് ടൈം ആയിട്ടും, ഇനി ജോലിയൊക്കെ കംപ്ലീറ്റ് ഉപേക്ഷിച്ച് ഇറങ്ങാനാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് ഓൺലൈനിലാണ്. യാതൊരുവിധ തർക്കവും അതിലില്ല. ഞാൻ പല വീഡിയോകളിൽ അത് പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഷോപ്പ് എടുക്കണമെങ്കിൽ പോലും തന്നെ നിങ്ങൾക്ക് പ്രൈമായിട്ടുള്ള ലൊക്കേഷൻ വേണം, ഷോപ്പിൻ്റെ അഡ്വാൻസ്, ഒരു 3 മാസത്തെ വാടക നിങ്ങൾ കവർ ചെയ്ത് പോകണം, ഷോപ്പിൻ്റെ ഇൻറ്റീരിയർ, അതുപോലെ തന്നെ സ്റ്റോക്ക്, ഇതെല്ലാം തന്നെ അധിക പേർക്കും ഒരു ബേഡനാണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് അധികം ഇറക്കിയതിന് ശേഷമാണ് നമുക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെയാണ് ഓൺലൈൻ വലിയൊരു അവസരം നമ്മളെപ്പോലുള്ളവർക്ക് ഒരുക്കുന്നത്. ഈ ഓൺലൈൻ എന്ന് പറയാൻ നേരത്തെ എന്താണ് ഈ സംഗതി, ഇത് എവിടെ തുടങ്ങും, എവിടെ എന്ത് ചെയ്യും എന്നുള്ളത് പലർക്കും അറിയില്ല. ഓൺലൈനിൽ പല രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്യുന്ന ഒരു സംഗതിയാണ് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള മാർക്കറ്റ് പ്ലേസുകളിൽ നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുക എന്നുള്ളത്. അതൊരു ഓപ്ഷനാണ്. രണ്ടാമതായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു, മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നു, അത് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ടും നിങ്ങൾക്ക് ഓൺലൈനിൽ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയോളം ഓൺലൈനിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി തരുന്ന വേറെ ഒരു പ്ലാറ്റ്ഫോമും ഇല്ല. ആമസോൺ, ഫ്ലിപ്കാർട്ട് ആവട്ടെ, നിങ്ങളുടെ ഓൺ വെബ്സൈറ്റ് ആവട്ടെ. ഈ ആമസോൺ, ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെയിലിനും നമ്മൾ കമ്മീഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇനീഷ്യലി ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് GST എടുക്കേണ്ടതായിട്ട് വരും, മറ്റ് ലൈസൻസുകളും കാര്യങ്ങളും എല്ലാം എടുക്കേണ്ടതായിട്ട് വരും. നമുക്കൊരു പരീക്ഷണം നടത്തണമെങ്കിൽ തന്നെ കുറച്ച് ബേഡൻ നമ്മുടെ തലയിലുണ്ട്, കുറച്ച് തലവേദനകളുണ്ട് ഇതിൻ്റെ പുറകെ നടക്കുക. GST എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഓരോ മാസവും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾക്ക് സെയിൽ ഇല്ലെങ്കിലും നിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഓരോ മാസവും ചെറിയൊരു എക്സ്പെൻസ് നിങ്ങളുടെ മേലിലുണ്ടാവും, സെയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും. ഇനി രണ്ടാമത്തായിട്ടുള്ള വെബ്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലൊരു വെബ്സൈറ്റ്, ക്രാഷ് ആവാത്ത കൊള്ളാവുന്ന ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ കുറച്ച് കാശ് നമ്മുടെ അടുത്ത് നിന്ന് ചിലവാകും. വെറുതെ വെബ്സൈറ്റ് ഉണ്ടാക്കി അതിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ അകത്ത് ആൾ വരെയും അതിലേക്ക് ട്രാഫിക് വരെയും ആളുകൾ ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുകയും അതിൽ നിന്ന് അത് പർച്ചേസ് ചെയ്യുകയും ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വെബ്സൈറ്റ്, ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. തുടക്ക സമയത്ത് അതൊരു അൺനെസസറി ആയിട്ടുള്ള കാര്യമാണ്, അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല. ഇവിടെയാണ് സോഷ്യൽ മീഡിയ ഓൺലൈനിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ പേജ് ക്രിയേറ്റ് ചെയ്യണത് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി ട്രാഫിക് ഉണ്ട്, ആളുകൾ ഓൾറെഡി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഓൾറെഡി ട്രാഫിക് ഉണ്ട്. അപ്പോൾ നമ്മളതിൽ ജസ്റ്റ് പ്രസൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ബിസിനസ് ചെയ്യണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ട കാര്യം. കാരണം ആളുകൾ എവിടെ ശ്രദ്ധ കൊടുക്കുന്നോ അവിടെയാണ് നമ്മൾ പരസ്യം കൊടുക്കേണ്ടത്. മാർക്കറ്റിങ്ങിൻ്റെ അടിസ്ഥാന തത്വത്തിൽപ്പെട്ട ഒരു സംഗതിയാണത്. ആളുകളുടെ ശ്രദ്ധ എവിടെയാണോ അവിടെ നമ്മൾ പരസ്യം കൊടുക്കുക. ആളുകൾ പത്രത്തിലാണ് ശ്രദ്ധ കൊടുക്കണമെങ്കിൽ പത്രത്തിൽ പരസ്യം കൊടുക്കുക, റേഡിയോയിലാണെങ്കിൽ റേഡിയോയിൽ കൊടുക്കുക, TV-യിലാണെങ്കിൽ TV കൊടുക്കുക. പക്ഷേ ഇന്ന് ഒരു വലിയ ബഹുഭൂരിപക്ഷം ആളുകളുടെ ശ്രദ്ധ ഇതിൽ നിന്നൊക്കെ ഡീവിയേറ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിലാണ് വന്ന് നിൽക്കുന്നത്. അത് നിങ്ങളെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ തന്നെ ഇന്ന് നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ ബഹുഭൂരിപക്ഷം സ്പെൻഡ് ചെയ്യണത്
ഒരു 3-4 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. യൂട്യൂബ് ആയിരിക്കാം, ഇൻസ്റ്റാഗ്രാം ആയിരിക്കാം, ഫേസ്ബുക്ക് ആയിരിക്കാം, വിദേശത്തുള്ളവർ ടിക്ടോക്ക് ആയിരിക്കാം, വാട്സപ്പ് ആയിരിക്കാം, അങ്ങനെ പല പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. വലിയൊരു ട്രാഫിക്, വലിയൊരു വിഭാഗം കസ്റ്റമറെ നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. മാത്രവുമല്ല സൗജന്യമായിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. ഫ്രീ മാർക്കറ്റിങ്ങും സോഷ്യൽ മീഡിയയിൽ ചെയ്യുക, പെയ്ഡ് മാർക്കറ്റിങ്ങും നമുക്ക് ചെയ്യാം. അതായത് നിങ്ങളൊരു പരീക്ഷണം നടത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ചെറുതായിട്ട് ഇത് അധിക സമയവും തുടങ്ങാൻ നേരത്ത് നമുക്കറിയില്ല ഈ പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഈ ബിസിനസ് സക്സസ്ഫുൾ ആകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അധിക സമയം അറിയില്ല. അപ്പോൾ അധിക സമയം നമ്മളൊരു പരീക്ഷണത്തിൻ്റെ മോഡിലായിരിക്കും നിൽക്കുക. ഈ പരീക്ഷണത്തിൻ്റെ ഇതിൽ നിൽക്കാൻ നേരത്ത് നമുക്ക് ഒരുപാട് കാശ് ഇറക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഈവൻ ഉണ്ടെങ്കിൽ പോലും പരീക്ഷണ ടൈമിൽ നമുക്ക് അത്രയും ഇറക്കാൻ പറ്റില്ല. അപ്പോൾ പരീക്ഷണത്തിൻ്റെ ടൈമിൽ എപ്പോഴും ബെസ്റ്റ് സോഷ്യൽ മീഡിയ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ പിക്ക് ചെയ്യുക. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്തിനുള്ളത്? നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്ന് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ജോലിയൊന്നും ഉപേക്ഷിക്കാതെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ ആദ്യം ചെയ്യേണ്ടത് ഓൺലൈൻ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓൺലൈനിൽ തന്നെ സോഷ്യൽ മീഡിയ പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് വലിയ നഷ്ടം വരില്ല എന്ന് മാത്രമല്ല ധാരാളം കസ്റ്റമറെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ബിസിനസ് ചെയ്യാനുള്ള ഒരു ഏരിയ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാ ബിസിനസ്സുകളും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒരു ബിസിനസ്സാണല്ലോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരു ഏരിയ ബിസിനസ് ചെയ്യാനുള്ള ഒരു പ്രത്യേക മേഖല നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കുക. അതിന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ നിങ്ങൾക്ക് നാച്ചുറലി തോന്നുന്നത്, നിങ്ങളുടെ ഒരു പാഷനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു താല്പര്യമുള്ള മേഖല ഏതാണോ അത് പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. പൂന്തോട്ടം അലങ്കരിക്കുക, ചെടികൾ നട്ടുപിടിപ്പിക്കുക, അത്തരത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഹോബി നിങ്ങൾക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ നാച്ചുറലി നിങ്ങൾക്ക് കുറേ നേരം ഇരുന്ന് സംസാരിക്കാനും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മേഖല ഏതാണെന്നുള്ളത് ആദ്യം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ആ മേഖലയിൽ ബിസിനസ് തുടങ്ങലായിരിക്കും കുറച്ചും കൂടി എളുപ്പം നമുക്ക് തുടക്ക സമയത്ത്. പുതിയതൊന്ന് പഠിച്ച് ചെയ്യണേക്കാളും എളുപ്പം നമുക്കതായിരിക്കും. അപ്പം നിങ്ങൾ തന്നെ ഇരുന്ന് ചിന്തിക്കുക, നാച്ചുറലി നിങ്ങൾക്ക് എന്തിനോടാണ് വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ എനിക്ക് ആ ഒരു പ്രത്യേക വിഷയം സംസാരിക്കാനും ആ ഒരു പ്രത്യേക വിഷയത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും മേഖല ഉണ്ടെങ്കിൽ ആ മേഖല ആദ്യം പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഒന്നും മൈൻഡിലേക്ക് വന്നില്ല, അങ്ങനെ ഒന്നും നിങ്ങളുടെ മൈൻഡിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പല പല മേഖലകൾ തിരഞ്ഞെടുക്കാം. ഓൺലൈനിൽ വലിയ സാധ്യതയുള്ളതാണ് ഫാഷൻ, അപ്പാരൽസ്, അത് സാധ്യതയുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷൻ വലിയ സാധ്യതകളുള്ള മേഖലയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. ജസ്റ്റ് നിങ്ങൾ ChatGPT ഓൺ ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ നിന്ന്. ChatGPTയുടെ അടുത്ത് ജസ്റ്റ് ചോദിക്കുക ഓൺലൈനിൽ സാധ്യതയുള്ള നീഷുകൾ ഏതൊക്കെയാണ്, ഓൺലൈൻ മേഖലകൾ, നീഷുകൾ, ഏരിയകൾ ഏതൊക്കെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണമെന്നുള്ളത്. ഒരു 100 എണ്ണം തരാൻ പറയാം ChatGPTയുടെ അടുത്ത്. ഒരു 100, 25, 30 തരാനായിട്ട് പറയാം. എന്നിട്ട് അതിൽ ഓരോന്നും നിങ്ങൾ നോക്കുക, ഏതാണ് എനിക്ക് കുറേ കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് നോക്കിയിട്ട്. എനിക്കിത് വീഡിയോയിലൂടെ ഒരു ഇന്നതെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്, ഓരോരുത്തർക്കും ഓരോ മേഖലയോടാണ് താല്പര്യം. അതാണ് ഞാൻ പറഞ്ഞത്, ChatGPT കയറിയിട്ട് നിങ്ങൾ ലിസ്റ്റ് തരാൻ പറയും. ഒരു 25 ലിസ്റ്റോ 30 ലിസ്റ്റോ 50 ലിസ്റ്റോ ചോദിക്കുക. അപ്പോൾ ChatGPT നമുക്ക് കുറേ ലിസ്റ്റുകൾ തരും. ChatGPT മാത്രമല്ല, ഗൂഗിളിൻ്റെ ജെമിനൈ, അതേപോലെ തന്നെ ഡീപ്സീക്ക്, ഏതെങ്കിലും ഒരു AI ലാംഗ്വേജ് മോഡൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യുക. എന്നിട്ട് ആ ലിസ്റ്റിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ട് തോന്നണമെന്നുള്ള ഒരു 5 എണ്ണം പിക്ക് ചെയ്തിട്ട് ആ 5 എണ്ണത്തിൽ ഇരുന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഈ മേഖലയിൽ ഏതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് തിരഞ്ഞെടുക്കുക. അത് ഓരോരുത്തർക്കും ഓരോ മേഖലയാണ്. ഞാനിപ്പോൾ വീഡിയോയിലൂടെ ഇന്നത് പിക്ക് ചെയ്യാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാനത് ഇട്ടായിരുന്നു. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അപ്പം നിങ്ങളുടെ ടേസ്റ്റ്, ഞാൻ ഐഡിയകൾ പറഞ്ഞു തരാണ് എങ്ങനെ നിങ്ങളുടെ ഏരിയ കണ്ടെത്തണമെന്നുള്ളത്. ആ ഒരു ഏരിയ മേഖല നിങ്ങൾ കണ്ടെത്തിയിട്ട് അതിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാനായിട്ട് നോക്കാം. ഈ മേഖല തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഏരിയ നിങ്ങൾ ആദ്യം പിക്ക് ചെയ്യുക, എന്നിട്ട് അത് ഫിക്സ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മേഖല പിക്ക് ചെയ്തതിന് ശേഷം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, അതേപോലെ തന്നെ വാട്സപ്പിൻ്റെ ബിസിനസ് വാട്സപ്പ്, ഇത് മൂന്നും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും യൂട്യൂബൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. വാട്സപ്പ് ബിസിനസ് ചിലപ്പോൾ പലർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ 4 പ്ലാറ്റ്ഫോമുകളിലും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. വളരെ എളുപ്പമാണ്, 5-10 മിനിറ്റിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ഇതെല്ലാം. അപ്പോൾ ഈ 3-4 പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ
നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേജ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നിയേക്കാം, നമ്മുടെ കയ്യിൽ വിൽക്കാൻ പ്രൊഡക്റ്റോ സർവീസോ ഒന്നും തന്നെ ഇല്ല, പിന്നെ എങ്ങനെയാണ് കസ്റ്റമറെ കണ്ടെത്തേണ്ടത്? പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണല്ലോ കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ള പണി ചെയ്യേണ്ടത്. ഇവിടെയാണ് ഓൺലൈൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് കസ്റ്റമറെ കിട്ടിയതിന് ശേഷം പ്രൊഡക്റ്റ് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓൺലൈനിൽ ചെയ്യുമ്പോൾ ഒരു ഗുണം അതാണ്. ഇപ്പോൾ ഒരു ഷോപ്പാണെങ്കിൽ അത് പറ്റില്ല. നമ്മൾ വെറുതെ ഒരു കാലി ഷോപ്പ് ഇങ്ങനെ വെച്ചിട്ട് പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ മാത്രം വെച്ച് കഴിഞ്ഞാൽ അത് പറ്റില്ല. റിയൽ പ്രൊഡക്റ്റ് അവിടെ വേണം. അത് തൊട്ട് നോക്കണം, ഫീൽ ചെയ്ത് നോക്കണം, അത് ചിലപ്പോൾ ഇട്ട് നോക്കണം. ഇങ്ങനത്തെയൊക്കെ പല പ്രശ്നങ്ങളും പുറത്ത് ബിസിനസ് ചെയ്യുമ്പോഴുണ്ട്. പക്ഷേ ഓൺലൈനിൽ നമുക്ക് ആദ്യം കസ്റ്റമറെ കണ്ടെത്തിയിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോകാം. അതാണ് ഏറ്റവും എളുപ്പം. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ആദ്യം ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുക. ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കസ്റ്റമറെ ബിൽഡ് ചെയ്യുക. നാളെ നമ്മുടെ ഓഡിയൻസാണ് നമ്മുടെ കസ്റ്റമറായിട്ട് മാറാനായിട്ട് പോകുന്നത്. അപ്പോൾ കസ്റ്റമറെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. ഇവിടെ എന്തുകൊണ്ട് ആദ്യം കസ്റ്റമറെ ബിൽഡ് ചെയ്യണം, ശേഷം പ്രൊഡക്റ്റും സർവീസും ബിൽഡ് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക സമയം നമുക്കറിയില്ല എന്താണ് വിറ്റ് പോകുക, എന്താണ് നമ്മളുടെ ആ ഒരു മേഖലയിലുള്ള ആ ഒരു ഏരിയയിലുള്ള കസ്റ്റമർക്ക് കൂടുതലായിട്ട് വേണ്ടതെന്ന് നമുക്കറിയില്ല. ഒരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഗാർഡനിങ് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ, നിങ്ങളുടെ മേഖല ഗാർഡനിങ് ആണ് തിരഞ്ഞെടുത്തെങ്കിൽ ആ ഇൻഡസ്ട്രിയിലെ കസ്റ്റമേഴ്സിന് എന്താണ് ശരിക്കും വേണ്ടത്, എവിടെയാണ് നമുക്ക് കൂടുതൽ ലാഭം കിട്ടണമെന്നുള്ളത് തുടക്കം തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ, ചെടികളാണോ വിൽക്കേണ്ടത് അതോ ഗാർഡനിങ്ങിൻ്റെ ടൂൾസാണോ വിൽക്കേണ്ടത്, ഇനി അതല്ല ഗാർഡനിങ് നല്ല രീതിയിൽ പഠിപ്പിച്ച് തന്നെ ഒരു ട്രെയിനിങ് ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു സർവീസാണോ പ്രൊവൈഡ് ചെയ്യേണ്ടത്, നമുക്കറിയില്ല. അത് ഏതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ലാഭം കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ അറിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം കസ്റ്റമറെ ഉണ്ടാക്കിയെടുക്കുക, ശേഷം കസ്റ്റമറെ പഠിക്കുക, ശേഷം പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് പോകാം. ഇതാവുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടം വന്നില്ല, വലിയ നഷ്ടം വന്നില്ല. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ സ്റ്റോക്കെല്ലാം എടുത്തു വെച്ചതിന് ശേഷം ഈ സാധനം വിറ്റ് പോകുമല്ലോ എന്നുള്ള പരീക്ഷണം നടത്തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചാലഞ്ചിങ് ആണ്. അതിൻ്റെ പുറകെ കൂടിക്കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് വർക്കൗട്ടാക്കി എടുക്കാം. ഞാൻ കുറച്ചും കൂടി നിങ്ങൾക്ക് എളുപ്പത്തിൽ പറഞ്ഞു തന്നെ, എളുപ്പത്തിൽ ബിസിനസ് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ആദ്യം കസ്റ്റമറെ നിങ്ങൾ ബിൽഡ് ചെയ്യുക. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടതെന്നുള്ളത് നമുക്ക് തുടക്കം അറിയില്ല. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റൊക്കെ ആദ്യം എടുത്തു വെക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ രണ്ടാമതൊരു ബെനിഫിറ്റ് ഉണ്ട്. അതെന്താണെന്ന് അറിയോ? ഈ ഒരു സെയില് നടക്കണമെങ്കിൽ നമുക്ക് നമ്മളോടൊരു വിശ്വാസം കസ്റ്റമേഴ്സിന് വന്നു എന്നാൽ മാത്രമാണ് അവിടെ ഒരു സെയില് നടക്കുകയുള്ളൂ. ഈ പർച്ചേസിങ് ഡിസിഷൻ എടുക്കാൻ കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യണ ഒരു ഫാക്ടറാണ് ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസം. അപ്പോൾ വിശ്വാസം ഉണ്ടാക്കി എടുത്തതിന് ശേഷം വിൽക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കൂടി എളുപ്പമായിരിക്കും നമുക്ക് വിൽക്കാനായിട്ട്. നിങ്ങൾ തന്നെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് കുറച്ച് വില കൂടിയ പ്രൊഡക്റ്റുകൾ നമ്മൾ കുറച്ച് വിശ്വാസമുള്ള ആളുകളിൽ നിന്ന് എടുക്കാൻ തയ്യാറാണ്. വേറൊരു സ്ഥലത്ത് അത് വിലക്കുറവിൽ കിട്ടുന്നുണ്ടാവും, പക്ഷേ എന്തൊക്കെയോ ഒരു സംഗതി നമ്മൾ അവരുടെ അടുത്ത് നിന്ന് വാങ്ങാനായിട്ട് നമ്മൾ അങ്ങ് പ്രേരിപ്പിക്കണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം. ഇപ്പം നിങ്ങൾ തന്നെ പലപ്പോഴും ചില പ്രൊഡക്റ്റുകൾ ആമസോണിനേക്കാളും ഫ്ലിപ്കാർട്ടിനേക്കാളും ഒക്കെ വിലക്കുറവിൽ വേറെ വെബ്സൈറ്റിൽ നമ്മൾ കണ്ടേക്കാം. പക്ഷേ ആ വെബ്സൈറ്റിൽ കയറി വാങ്ങി കാശൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം വരുമോ എന്നുള്ളൊരു പേടി നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ എന്താ? വിശ്വാസം, ട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഈവൻ ദോ അതിൽ വിലക്കുറവാണെങ്കിലും നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഫേമസ് ആയിട്ടുള്ള വിശ്വസിക്കാവുന്ന ഏതെങ്കിലും ഒന്നിനെ നമ്മൾ പ്രിഫർ ചെയ്യും. ഇതേ സംഗതി തന്നെയാണ് നിങ്ങളൊരു സാധനം വിൽക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ അറിയില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് തന്നെ ആദ്യം തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത് വിൽക്കാൻ ചെല്ലാൻ നേരത്ത് കുറച്ച് പ്രയാസമായിരിക്കും ഇത് സെല്ല് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ആദ്യം കസ്റ്റമറെ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞത്. കസ്റ്റമറെ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങളുടെ പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ശേഷം നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന കണ്ടൻറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഉപകാരപ്പെടുന്ന വീഡിയോ രൂപത്തിൽ ഉപകാരപ്പെടുന്ന കണ്ടൻറ്റുകൾ കസ്റ്റമേഴ്സിന് കണ്ടിന്യൂസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ ഗാർഡനിങ്ങിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ തന്നെ എങ്ങനെ ഗ്രാഫ്റ്റിംഗ് ചെയ്യാം, ബഡ്ഡിങ് ചെയ്യാം. ഇപ്പോൾ ചില ചെടികൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് വാടിപ്പോകുന്നു. അവിടെ നമ്മുടെ മറ്റേ നഴ്സറിയിൽ ഇരിക്കുമ്പോൾ എല്ലാം ഓക്കെയാണ്, നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്യാൻ നേരത്ത് അതിൽ പൂവുണ്ടാവുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാ മേഖലയിലും ഏത് ഇൻഡസ്ട്രി നിങ്ങൾ തിരഞ്ഞെടുത്താലും കസ്റ്റമേഴ്സ് ഫേസ് ചെയ്യണതായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ രൂപത്തിൽ നിങ്ങൾ ഓരോ സംഗതികൾ പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ നേരത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ആ ഇൻഡസ്ട്രിയിലുള്ള കസ്റ്റമേഴ്സ്, ഓഡിയൻസ്, വ്യൂവേഴ്സ് എന്ത് വേണമെങ്കിലും പറയാം, അവർ അട്രാക്റ്റഡ് ആവും. നിങ്ങളുടെ പേജുകൾ അവർ ഫോളോ ചെയ്യാൻ തുടങ്ങും.
നിങ്ങളുടെ വീഡിയോസ് അവർ കാണാനായിട്ട് തുടങ്ങും. നിങ്ങളുടെ വാട്സപ്പിലേക്ക് അവർ എൻക്വയറി ആയിട്ട് വരൽ തുടങ്ങും. ഇങ്ങനെയാണ് നമ്മൾ കസ്റ്റമറെ ബിൽഡ് ചെയ്യേണ്ടത്. ഈ സ്റ്റേജിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിക്കുക, നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യണം. വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിലെത്തിക്കണം. വെബ്സൈറ്റിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വാട്സപ്പ് ബിസിനസ്സിലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ. കാരണം വാട്സപ്പ് ബിസിനസ്സിൽ നമുക്ക് കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഫാസ്റ്റായിട്ട് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കും, ക്വിക്ക് റിപ്ലൈസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാൻ തന്നെ വാട്സപ്പ് ബിസിനസ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് അത് കൃത്യമായിട്ട് ഉപയോഗിക്കണമെന്നുള്ളത്. അപ്പോൾ വെബ്സൈറ്റ് ഇല്ലാതെ തന്നെ വളരെ ലളിതമായിട്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മാക്സിമം കസ്റ്റമേഴ്സിനെ എത്തിക്കാനായിട്ട് നോക്കുക. നേരത്തെ പറഞ്ഞത് ശ്രദ്ധിക്കുക, ട്രസ്റ്റ് ഉണ്ടായതിന് ശേഷം ഒരു സംഗതി വിൽക്കാൻ ഇറങ്ങുമ്പോഴാണ് സെയിൽ വേഗത്തിൽ നടക്കുക. 5 പേര് എൻക്വയറി നടത്താൻ നേരത്ത് ചിലപ്പോൾ 3-4 പേര് നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കും. മറ്റതെന്ന് പറഞ്ഞാൽ 5 പേര് എൻക്വയറി നടത്തി ഒരാളോ വാങ്ങുള്ളൂ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റൊക്കെ ഓക്കെയാണ്, പ്രൈസ് ഓക്കെയാണ്, പിന്നെന്താ പ്രശ്നം? ട്രസ്റ്റ് കുറവാണ്. വിശ്വാസം കുറവായതുകൊണ്ട് സെയിൽ നടക്കില്ല. ഓൺലൈനിൻ്റെ സെയിൽ നടക്കാനുള്ള ഏറ്റവും വലിയൊരു ഘടകമാണ് ട്രസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ട്രസ്റ്റ് മാക്സിമം ബിൽഡ് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെയാണ് നമ്മളുടെ ഓഡിയൻസിന് ഉപകാരപ്പെടുന്ന, നമ്മളുടെ കസ്റ്റമേഴ്സിന് നിങ്ങളുടെ മേഖലയിലുള്ള കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന കണ്ടൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ, കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വീഡിയോ ഫോർമാറ്റിൽ തുടർച്ചയായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എപ്പോഴൊക്കെയാണോ ഈ കസ്റ്റമർക്ക് ഈ പ്രോബ്ലം വരുന്നത്, അവർ ഓൺലൈനിൽ സെർച്ച് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ഈ മാർക്കറ്റിംഗ് മെറ്റീരിയൽ, ഈ വീഡിയോ അവരുടെ ഫ്രണ്ടിലെത്തിയും സ്വാഭാവികമായിട്ടും ആ ഒരു ഫണലിലൂടെ നിങ്ങളിലേക്ക് അവർ എത്തുകയും ചെയ്യും. നിങ്ങളുടെ കസ്റ്റമർ, വേറെ പണിയൊന്നും നിങ്ങൾക്കില്ല, ബാക്കിയുള്ളതെല്ലാം സോഷ്യൽ മീഡിയയുടെ സിസ്റ്റം ചെയ്തോളും. അവർക്കറിയാം ആർക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, എന്തൊക്കെ കാണാനാണ് ഇഷ്ടം എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ നിങ്ങളുടെ യൂട്യൂബിൻ്റെ ഹോം തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ന്യൂസ് ചാനലുകളുടെ വീഡിയോസ് ആയിരിക്കും ആദ്യം കിടക്കാം, ന്യൂസിൻ്റെ. കാരണം എന്താ വെച്ചാൽ നിങ്ങളെപ്പോഴും ന്യൂസ് കാണുന്ന ഒരാളായിരിക്കും. ചിലവരെ സീരിയൽ ഇതായിരിക്കും കിടക്കുക, ചിലവർക്ക് ഡോക്യുമെൻ്ററീസ് ആയിരിക്കും കിടക്കുക. അപ്പോൾ എൻ്റെയൊക്കെ യൂട്യൂബ് തുറക്കുമ്പോൾ ആദ്യം തന്നെ ഡോക്യുമെൻ്ററികളെ കാണിക്കുക. കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് ഡോക്യുമെൻ്ററികൾ കാണാറുണ്ട്, നല്ല രീതിയിൽ നരേറ്റ് ചെയ്യണ ഡോക്യുമെൻ്ററികൾ, പലതിനെയൊക്കെ പറ്റിയിട്ടുള്ളത്, ബിസിനസ്, നേച്ചർ, കാറ്, ഇങ്ങനത്തെയൊക്കെ ഡോക്യുമെൻ്ററികൾ കാണുന്നുണ്ട്. നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന്, നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമറുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് സോഷ്യൽ മീഡിയക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യാൻ നേരത്ത് നമ്മളുടെ കസ്റ്റമറെ നമ്മളെയും തമ്മിൽ യോജിപ്പിക്കുന്ന പരിപാടി സോഷ്യൽ മീഡിയ ചെയ്തോളും. നമുക്കവിടെ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഇവിടെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കസ്റ്റമർ ബേസ് ബിൽഡായിട്ട് വരികയാണ്. തന്നെ കസ്റ്റമർ ബേസ് ബിൽഡായിട്ട് വരികയാണ്. ഇപ്പോഴും ശ്രദ്ധിച്ചോ, നമുക്ക് പ്രൊഡക്റ്റ് ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, ഇപ്പോൾ കസ്റ്റമറെ ബിൽഡ് ചെയ്തിട്ടുള്ളൂ. ഈ കസ്റ്റമർ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് കസ്റ്റമർ പോലും അറിയാതെ കസ്റ്റമറുടെ മനസ്സിൽ നമ്മളോടൊരു ട്രസ്റ്റ് ബിൽഡായിട്ട് വരികയാണ്. നമ്മൾ ആരാണെന്ന് അറിയാം, നമ്മുടെ ബിസിനസ് എന്താണെന്ന് അറിയാം, നമ്മളുടെ മേഖല ഏതാണെന്ന് അവർക്കറിയാം, നമ്മൾ എന്തുമാത്രം വാല്യൂസ്, എന്തുമാത്രം മൂല്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്നറിയാം. ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ വിഭാഗം കസ്റ്റമറെ പറയുന്ന പേരാണ് ബിസിനസ്സിൽ വാം കസ്റ്റമേഴ്സ്. അതായത് നമ്മൾ ആരാണെന്ന് ആ വിഭാഗം കസ്റ്റമേഴ്സിന് അറിയാം. ഇത്തരം ആളുകളുടെ മുമ്പിലേക്ക് നമ്മളൊരു പ്രൊഡക്റ്റും സർവീസുമായിട്ട് ചെല്ലാൻ നേരത്ത് സെയിൽ നടത്താൻ വളരെ എളുപ്പമായിരിക്കും. ഇപ്പം നിങ്ങളുടെ വീടുകളിലെല്ലാം പലരും വിൽക്കാനായിട്ട് ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് വരും. നമ്മൾ ചിലപ്പോൾ വളരെ വില കുറഞ്ഞ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അവരെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി വാങ്ങിക്കും. വില കൂടിയ പ്രൊഡക്റ്റുകളൊന്നും നമ്മൾ അധിക സമയം എടുക്കില്ല. ചിലവർ ചില സമയത്ത് ഒരു പ്രൊഡക്റ്റ് എടുക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട് വളരെ റോഡിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിൽ ദിനേന ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ട് അപ്പോൾ അവർ ഒരു പ്രൊഡക്റ്റ് എടുക്കില്ല. അവിടുത്തെ പ്രശ്നം എന്താ, നമ്മൾ വാങ്ങാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒന്ന് ട്രസ്റ്റ് ഇല്ല, അപരിചിതനായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് വന്ന് ഇന്ന സാധനം എടുക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റെസിസ്റ്റൻസ് അവിടെ ഫീൽ ചെയ്യും. പെട്ടെന്ന് നമ്മൾ ഇവരെ കണ്ടിട്ടില്ല, പെട്ടെന്ന് വന്ന് ഇന്നത് എടുക്കാൻ വേണ്ടി പറയാൻ നേരത്ത് അവിടെ ഒരു ട്രസ്റ്റിൻ്റെ ഒരു കുറവുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ ചെയ്യാൻ നേരത്ത് നമ്മൾ ആരാണെന്ന് അവർക്ക് ഓൾറെഡി അറിയായിരിക്കും, നമ്മൾ ആരാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ വാല്യൂ ഇവർക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. ഈ ട്രസ്റ്റ് ബിൽഡായതിന് ശേഷം നമ്മളൊരു പ്രൊഡക്റ്റോ ഒരു സർവീസോ, എപ്പോഴും പ്രൊഡക്റ്റ് തന്നെ ആവണമെന്നില്ല, പ്രൊഡക്റ്റ് ഓർ സർവീസ് ഇവരുടെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലാൻ നേരത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ബിൽഡ് ചെയ്ത ഓഡിയൻസിൻ്റെ ഒരു നിശ്ചിത ശതമാനം എന്തായാലും നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ നമ്മൾ കസ്റ്റമറെ ബിൽഡ് ചെയ്യാൻ നേരത്ത് സോഷ്യൽ മീഡിയയുടെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞുതരാം. സോഷ്യൽ മീഡിയയുടെ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്, തുടർച്ചയായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വീഡിയോ രൂപത്തിൽ കണ്ടൻറ്റുകൾ ചെയ്യുന്നവരെ
സോഷ്യൽ മീഡിയക്ക് ഇഷ്ടമാണ്, സോഷ്യൽ മീഡിയയുടെ സിസ്റ്റത്തിന് ഇഷ്ടമാണ്, ഫേസ്ബുക്കിന് ഇഷ്ടമാണ്, യൂട്യൂബിന് ഇഷ്ടമാണ്, ഇൻസ്റ്റഗ്രാമിന് ഇഷ്ടമാണ്. ഇഷ്ടം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അവരുടെ ബിസിനസ് നടക്കണമെങ്കിൽ നിങ്ങളെപ്പോലുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകൾ എന്തായാലും കൂടിയേ തീരും. കാരണം നിങ്ങളാണ് ഇതിന് സൊല്യൂഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓഡിയൻസിൻ്റെ പ്രശ്നത്തിന് സൊല്യൂഷൻ വീഡിയോ രൂപത്തിൽ കൊടുക്കുന്നത് നമ്മളാണ്. ഇപ്പോൾ പൂ വാടി പോകുന്നു, നട്ടുപിടിപ്പിച്ചിട്ട് ശരിയാവുള്ള, ഗ്രാഫ്റ്റിങ് ശരിയാവുള്ള, ഞാൻ ഉദാഹരണം പറയണതാണ്. അപ്പോൾ അതവർ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ നേരത്തെ അതിന് സൊല്യൂഷൻ കൊടുക്കുന്ന ആളുകളാണ് നിങ്ങൾ. അപ്പോൾ തുടർച്ചയായിട്ട് നിങ്ങളിത് കണ്ടിന്യൂസ് നിങ്ങൾ ഇത് തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യണം. ചിലവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ദിവസമൊക്കെ ചെയ്ത് നോക്കി റിസൾട്ട് ഇല്ലെങ്കിൽ അവരങ്ങ് ക്വിറ്റാവും. ഇവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഇതിൻ്റെ കൂടെ പിടിവിടാതെ കുറച്ച് നാൾ നിങ്ങൾ കൂടാൻ തയ്യാറാണെങ്കിൽ, കുറച്ച് നാളെന്ന് പറഞ്ഞാൽ വർഷങ്ങളൊന്നും എടുക്കില്ല, നിസ്സാര മാസങ്ങൾ, ഒരു 3, 4, 5 മാസത്തിനുള്ളിലൊക്കെ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഈ 5 മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കടന്നു പോകും. പക്ഷേ ചിലവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആദ്യ ആഴ്ചയിൽ തന്നെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അവർ ക്വിറ്റാവും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വലിയ തുകയൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്യണില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു ഷോപ്പ് എടുക്കുകയാണെങ്കിൽ എന്തെല്ലാം തലവേദനകളുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ജോലിയിൽ നിൽക്കുന്ന വളരെ ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകളെല്ലാം അവിടെ വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വലിയ മുതൽ മുടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഓപ്പർച്യൂണിറ്റിയുടെ ഒരു പ്രത്യേകതയാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ്. അപ്പോൾ തുടർച്ചയായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ആ മേഖലയിലുള്ള, നിങ്ങൾ തിരഞ്ഞെടുത്ത മേഖലയിലുള്ള കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു കസ്റ്റമർ ബേസ്, ഒരു ഓഡിയൻസ് ബേസ് ഉണ്ടാവും നിങ്ങൾക്ക്. അവർക്ക് നിങ്ങൾക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തുടർച്ച കൈവിടരുത്. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. ആദ്യത്തെ 1-2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞ് നിർത്താതിരിക്കുക. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കിടക്കുന്നത്. വേറെ ഒന്നുമല്ല, പ്രൊഡക്റ്റ് ഓർ സർവീസ്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വിൽക്കാൻ വേണം. ബിസിനസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനുണ്ടാവണം, അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാനുണ്ടാവണം, എന്നാലാണ് ഇതൊരു ബിസിനസ് ആവാം. അപ്പോൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും വിൽക്കാൻ വേണമെങ്കിൽ അത് ഉണ്ടാക്കണമല്ലോ. എന്ത് നമ്മൾ പിക്ക് ചെയ്യും, എന്ത് നമ്മൾ വിൽക്കണം എന്നുള്ളത് നമുക്ക് ഓൾറെഡി ഇവിടെ ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ ഓൾറെഡി ഒരു വിഭാഗം കസ്റ്റമേഴ്സ് ഉണ്ട്. കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ. കാരണം നമ്മൾ ആദ്യം കസ്റ്റമറെ ബിൽഡ് ചെയ്ത് വെച്ചേക്കുകയാണ്, നിങ്ങൾക്കറിയാലോ. ഇവിടെ ഇപ്പോൾ ഗാർഡനിങ്ങിൻ്റെ ഉദാഹരണം തന്നെ പിടിച്ചു പോകാം, അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ ഗാർഡനിങ്ങുമായി ബന്ധപ്പെട്ട മേഖലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തെങ്കിൽ ഏതായിരിക്കാം കൂടുതൽ നമുക്ക് ലാഭം കൊണ്ടുതരുന്ന, കൂടുതൽ ഓർഡർ കൊണ്ടുതരുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ആദ്യം നമുക്ക് ഗാർഡനിങ് ടൂളുകൾ നമുക്ക് സെല് ചെയ്ത് നോക്കാം. നമ്മളുടെ സോഷ്യൽ മീഡിയ വഴി അതിൻ്റെ പരസ്യം കൊടുക്കാം, ഗാർഡനിങ് ടൂൾസിൻ്റെ പരസ്യം കൊടുക്കാം. വാട്സപ്പ് ഗ്രൂപ്പിലും, നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ്സിലെ വാട്സപ്പ് ഗ്രൂപ്പിലും ഇതിൻ്റെ പരസ്യം കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ തന്നെ പഠിക്കുക ഏതിനാണ് കൂടുതൽ എൻക്വയറി വരുന്നത്. ഗാർഡനിങ് ടൂൾസിനാണോ അതോ ലൈവ് പ്ലാന്റിനാണോ, ഇനി അതല്ല നിങ്ങളുടെ ഒരു സർവീസായിട്ടാണോ അവർക്ക് വേണ്ടത്, എന്തിനാണ് കൂടുതൽ എൻക്വയറി വേണ്ടതെന്നുള്ളത് നോക്കാം. വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്കത് വീഡിയോ ഫോർമാറ്റിൽ മറ്റ് വാട്സപ്പ് അല്ലാത്ത മറ്റ് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിലൂടെ നിങ്ങൾ ഇത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ തന്നെ പറയും അവർക്ക് എന്താണ് വേണ്ടതെന്ന്. ശ്രദ്ധിക്കുക, അവർക്ക് എന്താണ് വേണ്ടത് അതങ്ങ് കൊടുത്താൽ മതി. നമ്മുടെ കയ്യിലൊരു സാധനം വിൽക്കാനുണ്ട്, അത് നിങ്ങൾ എടുക്കണമെന്ന് പറയുമ്പോഴാണ് അധിക സമയവും ചാലഞ്ചിങ് വന്നത്. അവർ ഏറ്റവും കൂടുതൽ എൻക്വയറി നടത്തുന്ന ഇതാണ്. ആ എൻക്വയറി നടത്തുന്ന സംഗതി നമുക്ക് ലാഭകരമായിട്ട് ഒരുപാട് ഓർഡറുകൾ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയും അത് വിൽക്കലാണ് ഒരു മണി മേക്കിംഗ് പെർസ്പെക്റ്റീവിൽ നിൽക്കുന്ന ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം എളുപ്പം. കുറച്ച് കാശ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം. മറ്റത് നിങ്ങൾ നേരെ ഒന്ന് തിരിച്ചു ഞാനിപ്പോൾ പറഞ്ഞതിന് വിപരീതമായിട്ടാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെന്ന് ചാടാൻ സാധ്യതയുള്ള ട്രാപ്പുകളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഓൾറെഡി എന്തോ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇനി അതിന് വേണ്ടിയിട്ട് കസ്റ്റമറെ തപ്പി ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കും. ഞാൻ പറയണത് അത് വിറ്റ് പോകില്ല, അത്തരം ബിസിനസ്സുകൾ വിജയിക്കില്ല എന്നല്ല, അതൊക്കെ സക്സസ്ഫുൾ ആവും. ഞാൻ കുറേ കൂടി എളുപ്പമാക്കി തന്നെയാണ് നിങ്ങൾക്ക് നേരെ റിവേഴ്സിൽ കാര്യങ്ങൾ ചെയ്യുക. സാധാരണ ആളുകൾ ചെയ്യുന്നതിനേക്കാളും ഓപ്പോസിറ്റിൽ കാര്യങ്ങൾ ചെയ്യുക. കസ്റ്റമറോട് ചോദിക്കുക എന്താണ് വേണ്ടത്, എന്നിട്ട് അതങ്ങ് കൊടുക്കണതാണ് എളുപ്പം. നമ്മുടെ അടുത്ത് എന്തോ ഉണ്ട് അത് നിങ്ങൾ എടുക്കണമെന്ന് പറയുന്നതിനേക്കാളും എളുപ്പമാണ് കസ്റ്റമറോട് തന്നെ ചോദിച്ചിട്ട് അവർക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് അത് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം, ഒരു വിഭാഗം കസ്റ്റമർ വേണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം
കസ്റ്റമറെ ബിൽഡ് ചെയ്യാനായിട്ട് പറഞ്ഞത്. ശേഷം നിങ്ങൾ വിൽക്കാനായിട്ട് ഇറങ്ങാം. അപ്പോൾ കുറേ കൂടി എളുപ്പമായിരിക്കും. ഓപ്പോസിറ്റിൽ ചെയ്യണവർ വിജയിക്കില്ല എന്നോ അത്തരം രീതികൾ നടക്കില്ല എന്നോ അല്ല പറയണത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആൾക്കാരെങ്കിലും ചിലപ്പോൾ കമൻറ്റ് ചെയ്തേക്കാം. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അത് വിജയിക്കും, പക്ഷേ കുറച്ചും കൂടിയും കല്ലും മുള്ളും നിറഞ്ഞ ഒരു ഇതായിരിക്കും. ഇവിടെ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ളൊരു ഹൈവേ കിടക്കേണ്ടത്, അതിലൂടെ പോകണതാണ് കുറച്ചും കൂടി എളുപ്പം. അത് നിങ്ങളെത്തും, ഡെസ്റ്റിനേഷനിലെത്തും. ഈ പറഞ്ഞ പോലെ കല്ലും മുള്ളും ഒക്കെ താണ്ടി എത്തേണ്ടതായിട്ട് വരും. ഇതാണ് നമുക്ക് കുറേ കൂടി എളുപ്പമായിട്ടുള്ളത്. അപ്പോൾ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഈ ഓഡിയൻസിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുക. പൊട്ടൻഷ്യലായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ് ഓർ സർവീസ് നിങ്ങളുടെ മൈൻഡിൽ വേണം. ഗാർഡനിങ് ടൂൾസ് ആവാം, ലൈവ് പ്ലാന്റുകളാവാം. അപ്പോൾ നിങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈവ് പ്ലാന്റിൻ്റെ ഇത് ചെയ്യാം. പതിയെ കുറച്ച് സ്റ്റോക്കുകളും കാര്യങ്ങളും എടുത്ത്, ഈ സ്റ്റോക്ക് എടുത്തില്ലെങ്കിൽ കൂടിയും ജസ്റ്റ് ഫോട്ടോ ഇട്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ല, അധിക പേരും എൻക്വയറി ചെയ്യുന്നത് സർവീസാണ്. നിങ്ങളുടെ ആ മേഖലയിലുള്ള എന്തെങ്കിലും ആ എക്സ്പെർട്ടീസ് ഉണ്ടല്ലോ, അതാണ് അവർക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാം, കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാം, ട്രെയിനിങ് പ്രോഗ്രാമുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പല രീതിയിൽ നമുക്ക് നമ്മളുടെ ഓഡിയൻസിന് പല പ്രൊഡക്റ്റുകൾ വിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓഡിയൻസിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുക എന്താണ് അവർക്ക് വേണ്ടത്, എന്നിട്ട് അതങ്ങ് കൊടുക്കുക. ഈ അധികവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, നിങ്ങൾ ചിലപ്പോൾ വായിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അധികവും പാശ്ചാത്യരുടെ ബിസിനസ് ബുക്കുകളിലെല്ലാം അധികം അവർ പറഞ്ഞേക്കണ ഒരു കാര്യമുണ്ട്. അത് വളരെ സത്യമായിട്ടുള്ളൊരു സംഗതിയാണ്. എക്സിസ്റ്റിംഗ് ഡിമാൻഡിനെ ചാനൽ ചെയ്യലാണ് കുറേ കൂടി എളുപ്പം ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും. അതായത് നിലവിലെ ആളുകൾ എന്തെങ്കിലും ആക്റ്റീവ്ലി സെർച്ച് ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് ആ സെർച്ച് ചെയ്യുന്ന സാധനം വിൽക്കുന്നതാണ് കുറേ കൂടി എളുപ്പം. നമ്മളായിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അതിന് ഡിമാൻഡ് ഉണ്ടാക്കാൻ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമായിരിക്കും. ഒന്ന് നമ്മൾ ആ കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതെന്താ സാധനം എന്ന് പറഞ്ഞ് പിടിപ്പിക്കേണ്ടതായിട്ട് വരും. അതിന് നമുക്ക് കൂടുതൽ മാർക്കറ്റിംഗ് ബജറ്റ് വേണ്ടതായിട്ട് വരും, കുറേ ടൈമും എഫേർട്ടും വേണ്ടതായിട്ട് വരും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആളുകൾക്ക് അറിയാവുന്ന ഒരു സംഗതിയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കാണിച്ചു കൊടുത്താൽ തന്നെ കസ്റ്റമർക്ക് മനസ്സിലാവും. വലിയ എഡ്യൂക്കേഷനോ കാര്യങ്ങളോ ഒന്നും അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതില്ല, കസ്റ്റമർ പെട്ടെന്ന് വാങ്ങിക്കുക. അപ്പോൾ ഓൾറെഡി ആ ഒഴുക്കിനൊപ്പം നീന്തലാണ് നമുക്ക് എളുപ്പം, ഒഴുക്കിനെതിരെ നീന്തണേക്കാളും. അപ്പോൾ എക്സിസ്റ്റിങ്ങിലായിട്ടുള്ള എന്തെങ്കിലും ഒരു 3-4 പ്രൊഡക്റ്റ് സർവീസ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഇത് ഓരോ മേഖലയിലും ഓരോന്നായിരിക്കും. അപ്പം നിങ്ങളുടെ മേഖലയിൽ ഏതാ ബെസ്റ്റ് എന്ന് അറിയണമെങ്കിൽ ഈ കസ്റ്റമറെ വെച്ചിട്ട് നിങ്ങൾ പരീക്ഷണം നടത്തി നോക്കുക. അപ്പോൾ കസ്റ്റമറുടെ അടുത്ത് നിന്ന് തന്നെ ഫീഡ്ബാക്കുകൾ നമുക്ക് കിട്ടും. അതിനനുസരിച്ച് നിങ്ങൾ പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുക. ഇത് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി പ്രൊഡക്റ്റ് ഉണ്ടാക്കി, പ്രൊഡക്റ്റ് ഇപ്പോൾ കുറച്ച് പേരൊക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങുന്നുണ്ട്, നിങ്ങളുടെ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേയിങ് കസ്റ്റമേഴ്സ് ഉണ്ട്, കാശ് തന്ന് നിങ്ങളുടെ അടുത്തു നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് ആയിരിക്കും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു തവണ ഒരാൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ നമ്മളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമറായിട്ട്, പേയിങ് കസ്റ്റമറായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ കുറച്ച് അധികം ആവാൻ നേരത്ത്, ഒരു 100, 200, 300 കസ്റ്റമേഴ്സൊക്കെ നിങ്ങൾക്ക് വന്ന് തുടങ്ങാൻ നേരത്ത് നിങ്ങൾ ഈ സ്റ്റേജിൽ വെച്ചിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നിങ്ങൾക്ക് മിക്കവരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അതാ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഇതുപോലൊരു വീഡിയോ നിങ്ങൾ മലയാളത്തിൽ യൂട്യൂബിൽ എങ്ങും കാണില്ല. ഇവിടെ ഈ സ്റ്റേജിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്ത് കൂടുതലായിട്ട് നമുക്ക് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് വിൽക്കാം, ഓൾറെഡി നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിയ കസ്റ്റമേഴ്സിന് അടുത്തത് എന്ത് വിൽക്കാം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. നമുക്ക് 2 രീതിയിലാണ് ബിസിനസ് വളർത്താനായിട്ട് സാധിക്കുക. ഒന്ന്, പുതിയ കസ്റ്റമറെ കണ്ടെത്തിക്കൊണ്ടും, 2 എന്ന് പറഞ്ഞാൽ നിലവിലുള്ള കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് എന്തെങ്കിലും വിറ്റുകൊണ്ടും നമുക്ക് വളർത്താം. അപ്പോൾ ഒരു സൈഡിൽ കൂടെ നമ്മൾ പുതിയ കസ്റ്റമറെ കണ്ടെത്തുന്നു, വേറൊരു സൈഡിൽ കൂടെ ഓൾറെഡി വാങ്ങിയ കസ്റ്റമേഴ്സിന് പുതിയൊരു പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ സെല് ചെയ്യുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. റവന്യൂ നമുക്ക് വേറെ ഒന്നും ചെയ്യാതെ തന്നെ, എക്സ്ട്രാ മാർക്കറ്റിംഗ് ഒന്നും ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റിയ കാര്യമാണ് നിലവിലുള്ള കസ്റ്റമേഴ്സിന് എന്തെങ്കിലും വിൽക്കുക എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കസ്റ്റമറും, പുതിയ കസ്റ്റമറും നിങ്ങളുടെ അടുത്ത് നിന്ന് ഓരോ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ നേരത്ത് അവരുടെ എല്ലാം വാട്സപ്പ് നമ്പറുകൾ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ നമ്പർ അവരോടും സേവ് ചെയ്യാനായിട്ട് പറയാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ അടുത്ത പ്രൊഡക്റ്റ് ലോഞ്ച് ആവാൻ നേരത്ത് അവർക്ക് വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ, വാട്സപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റിങ്ങിലൂടെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ടാണ്. 2 പേരും പരസ്പരം നമ്പർ സേവ് ചെയ്താലാണ് നമ്മൾ സ്റ്റാറ്റസ് കാണാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജുകൾ റിസീവ് ആവണമെങ്കിൽ, വാട്സപ്പിൻ്റെ മെസ്സേജുകൾ റിസീവ് ആവണമെങ്കിൽ 2 പേരും പരസ്പരം നമ്പർ സേവ് ചെയ്യണം. ഒരാൾ മാത്രം സേവ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ കസ്റ്റമറുടെ അടുത്ത് നമ്പർ സേവ് ചെയ്യാനായിട്ട് പറയാം. അധിക സമയവും കസ്റ്റമർ നമ്പർ സേവ് ചെയ്യണത്, നമ്മളുടെ അടുത്ത് ഒരു സാധനം വാങ്ങിക്കാൻ നേരത്ത് നമ്മൾ കസ്റ്റമറുടെ അടുത്ത് പറയാം,
ഷിപ്പ് ചെയ്തിട്ടുണ്ട് പ്രൊഡക്റ്റ്. ഇപ്പോൾ കൊറിയർ അയച്ച് നിങ്ങൾ കൊടുക്കുമല്ലോ, കൊറിയർ അയച്ചായിരിക്കും നിങ്ങൾ കൊടുക്കുക. അപ്പോൾ കൊറിയർ അയച്ചതിന് ശേഷം നമ്മൾ കസ്റ്റമർക്ക് ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കുക, നിങ്ങളുടെ പ്രൊഡക്റ്റ് കൊറിയർ അയച്ചിട്ടുണ്ട്, മറ്റ് ഫർദർ എന്തെങ്കിലും പ്രശ്നമോ കമ്മ്യൂണിക്കേഷനൊക്കെ വരണമെങ്കിൽ ഞങ്ങളുടെ നമ്പർ നിങ്ങൾ ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെക്കാൻ പറയും. അപ്പോൾ ആ സമയം കസ്റ്റമർ നിങ്ങളുടെ നമ്പർ സേവ് ചെയ്ത് നോക്കി, നിങ്ങൾ അവരെ സേവ് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്നാണോ 1, 2, 3, 4 മാസം കഴിയാൻ നേരത്തെ എപ്പോഴാണോ നിങ്ങൾ ഇറക്കുന്നത്, ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വാങ്ങിയ കസ്റ്റമേഴ്സിന് മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. ഞാൻ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ആക്കിയിട്ടുണ്ട്, പുതിയൊരു സർവീസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ സർവീസ് പിക്ക് ചെയ്യാം, ആ പ്രൊഡക്റ്റ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കസ്റ്റമർക്ക് മെസ്സേജ് അയക്കാനായിട്ട് സാധിക്കും. നേരത്തെ പറഞ്ഞ ഓർക്കുക, ഈ 2 രീതിയിൽ വളർത്താം. പുതിയ കസ്റ്റമറെ കണ്ടെത്തിക്കൊണ്ടും എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനും നമുക്ക് പ്രൊഡക്റ്റുകൾ വിൽക്കാം. സാധാരണ പറയാറുണ്ട് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ ഒരു നിധിയാണ്, നമ്മളുടെ കാൽച്ചുവട്ടിൽ തന്നെ ഉള്ളൊരു നിധിയാണ്. വേറെ മാപ്പോ കാര്യങ്ങളോ യാത്രയോ ഒന്നും ചെയ്യാതെ തന്നെ നിൽക്കുന്നിടത്ത് തന്നെ ഇട്ട് കുഴിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു നിധിയാണ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർക്ക് എക്സ്ട്രാ എന്തെങ്കിലും കൂടി വിൽക്കാനായിട്ട് വേണം. നിങ്ങളുടെ അടുത്ത് ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ വിൽക്കാനെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ, ഓരോ സമയവും പുതിയ കസ്റ്റമറെ കണ്ടെത്തേണ്ടതായിട്ട് വരും. ഓരോ ടൈമിലും നിങ്ങൾ ഒരു കസ്റ്റമർ വന്നു വാങ്ങിച്ചു, പിന്നെ അവർ പോയി, പിന്നെ അവരെന്തായാലും അടുത്തത് നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങാൻ പോകില്ല, ഈ അടുത്തെങ്ങും വാങ്ങാൻ പോകണില്ല. വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കൺസ്യൂമബിളൊക്കെ ആണെങ്കിൽ വാങ്ങിക്കും. അതായത് ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ, ഹെയർ ഓയിൽ, ഇപ്പോൾ അച്ചാർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തീർന്ന് പെട്ടെന്ന് വാങ്ങിക്കും. പക്ഷേ അത് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് അവർ ചെയ്യുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ സെയിൽ നടന്നത് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഈവൻ ആ സെയിം വീക്കിൽ തന്നെ നമുക്ക് അടുത്തത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പുതിയ കസ്റ്റമറെ കണ്ടെത്താതെ തന്നെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് സെല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതും കൂടി നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇതെല്ലാം ഓൺലൈനിൽ ചെയ്യാൻ പറ്റിയ സംഗതികളാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം തന്നെ ഈവൻ ഒരു ജോലിയുള്ള ഒരാൾക്ക് പോലും ബാക്ക്ഗ്രൗണ്ടിൽ ജോലി, ഇപ്പോൾ 9 to 5 എന്നാണ് സാധാരണ പറയാറ്, 9 to 5 ജോലി ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ഒരു 6 മുതൽ ഒരു 9 മണി വരെയൊക്കെ പലരും ഫ്രീ ആയിരിക്കുമല്ലോ, വെളുപ്പിന് കുറച്ച് ടൈം ഫ്രീ ഉണ്ടാവുമല്ലോ. ഈ ടൈമിലെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊരു 2-3 മാസം നിങ്ങൾ ബിൽഡ് ചെയ്ത് പതിയെ കൊണ്ടുവരാം, കുറച്ച് കസ്റ്റമറെയൊക്കെ ആക്കാം. എന്നിട്ട് നിങ്ങളുടെ ജോലി ക്വിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു പൊസിഷൻ ആവാൻ നേരത്ത് നിങ്ങൾ ക്വിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇറങ്ങാം. ഇനി അതല്ല നിങ്ങൾ ഓൾറെഡി ജോലി ക്വിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്നുള്ള ഒരാളാണെങ്കിലും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ തന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത്. ഇനി ഇത്രയും നേരം പറഞ്ഞതിൻ്റെ മുഴുവൻ ഒരു സമ്മറി പോലെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ സോഷ്യൽ മീഡിയ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ വലിയ ലൈസൻസുകളോ കാര്യങ്ങളോ അപ്ഫ്രണ്ട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റോ ഇല്ലാതെ തന്നെ നമുക്ക് ചെറിയ മുതൽ മുടക്കിൽ ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിൽ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തത് നിങ്ങളുടെ ഒരു ഏരിയ പിക്ക് ചെയ്യുക. ഏതാണ് നിങ്ങളുടെ മേഖല എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക, ഏത് ബിസിനസ്സാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിൻ്റെ ടെക്നിക്കുകളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പ്രൊഡക്റ്റ് എല്ലാം ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ കസ്റ്റമറെ ബിൽഡ് ചെയ്യുന്നു. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്, കസ്റ്റമറെ നമ്മൾ ബിൽഡ് ചെയ്യുന്നു. ശേഷം ഈ ബിൽഡ് ചെയ്ത കസ്റ്റമറോട് നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പല പ്രൊഡക്റ്റുകളും സർവീസുകളും നമുക്ക് പറ്റാവുന്നതല്ല, നമുക്ക് വിറ്റ് പോകുന്ന ഉറപ്പുള്ള അല്ലെങ്കിൽ ഉറപ്പില്ലെങ്കിലും ഒരു എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ നിന്നൊരു ഇതുണ്ടാവില്ല, ഈ വിഭാഗം കസ്റ്റമേഴ്സിന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എങ്കിൽ അത് 3-4 പരീക്ഷിച്ച് നോക്കിയിട്ട് ആ കസ്റ്റമർ ഏറ്റവും കൂടുതൽ എൻക്വയറി തരുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ആദ്യത്തെ പ്രൊഡക്റ്റായിട്ട് നിങ്ങൾ സെല്ല് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം വരുന്നത് രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ സെല്ല് ചെയ്യുക. കസ്റ്റമറെ ബിൽഡ് ചെയ്തതിന് ശേഷമാണ് ഈ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ടുള്ളതാണ്, ഓൾറെഡി കുറച്ച് കസ്റ്റമർ നിങ്ങൾക്ക് ആയി വരാൻ നേരത്ത് ഒരു 200-300 കസ്റ്റമേഴ്സ് എല്ലാം ഇങ്ങനെ വന്ന് തുടങ്ങാൻ നേരത്ത് ഇപ്പോൾ നമുക്കൊരു 300ഓളം എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് അടുത്തതായിട്ട് എന്ത് വിൽക്കാം എന്ന് ചിന്തിച്ച് അവർക്ക് എന്തെങ്കിലും കൂടി വിൽക്കുക. അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡിൽ നിന്ന് വരുമാനം ഉണ്ടാവും. പുതിയ കസ്റ്റമർ നമ്മളുടെ ഓൾറെഡി ഉള്ള ഒന്നാമത്തെ പ്രൊഡക്റ്റ് വാങ്ങിക്കൂലേ, അതിൽ നിന്നുള്ള വരുമാനം ഉണ്ടാവും. ഓൾറെഡി വാങ്ങിയ കസ്റ്റമേഴ്സ് നമ്മളുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് വാങ്ങാൻ നേരത്ത് അതിൽ നിന്നുള്ള വരുമാനം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിലെ റവന്യൂ കൂട്ടാനായിട്ട് പറ്റും. ഓർക്കുക, 2 രീതിയിലാണ് നമുക്ക് ബിസിനസ്സിലെ വരുമാനം കൂട്ടുക. കൂടുതൽ പുതിയ കസ്റ്റമറെ കണ്ടെത്തിക്കൊണ്ടും നിലവിലുള്ള കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് എന്തെങ്കിലും വിറ്റുകൊണ്ടും നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ ഒരു 3, 4, 5 മാസത്തിനുള്ളിൽ തന്നെ തരക്കേടില്ലാത്തൊരു ബിസിനസ് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എൻ്റെ ഹെൽപ്പ് എന്തെങ്കിലും നിങ്ങൾക്ക് പേഴ്സണൽ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ
നിങ്ങൾക്ക് എൻ്റെ കോഴ്സിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ പഠിക്കാം. ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അതിലും വരും. അപ്പോൾ ഇപ്പോൾ തന്നെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.